നമസ്കാരം. കേരള പോലീസിന് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട്. പൾസറിനെ പിടികൂടിയതിന് മാത്രമല്ല, പിടികൂടിയ വിധത്തിനു കൂടിയാണ് ആ ബിഗ് സല്യൂട്ട്. കോടതിയിൽ കീഴടങ്ങിയ പൾസറിനെ പിടിവലി നടത്തി പിടികൂടിയത് നിയമപരമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രതിയുടെ നിയമപരമായ അവകാശത്തെപ്പറ്റി പറയുന്നവർ, പ്രതിക്ക് കിട്ടേണ്ട മനുഷ്യാവകാശത്തെപ്പറ്റി പറയുന്നവർ, അങ്ങനെ പ്രതിക്ക് കിട്ടേണ്ട പരശതം അവകാശങ്ങളുടെ പട്ടിക നിരത്തി പ്രസംഗിക്കുന്നവർ, അവരോടൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്നല്ലേ പൾസർ സുനി കീഴടങ്ങിയ സുനിയായത്? അതുവരെ പൾസർ സുനി കീഴടക്കിയ സുനിയായിരുന്നില്ലേ? ആക്രമിച്ച് കീഴടക്കപ്പെട്ടവർക്കും ഉണ്ടായിരുന്നില്ലേ നിയമപരമായ അവകാശം? ആക്രമിച്ച് കീഴടക്കപ്പെട്ടവർക്കും ഉണ്ടായിരുന്നില്ലേ മനുഷ്യാവകാശം? ഇരുട്ടത്ത് ആരും കാണാതെ നടന്നാൽ നിഷേധിക്കപ്പെടുന്നതാണോ നിയമപരമായ അവകാശം? പകൽ എല്ലാവരും കണ്ടുനിന്നാൽ അനുവദിച്ച് നൽകേണ്ടതാണോ അളവില്ലാത്ത മനുഷ്യാവകാശം? പ്രതിക്കായി പ്രതിരോധം തീർക്കുന്നവർ പിന്തിരിഞ്ഞു നോക്കണം. മഞ്ജുവിന്റെ മുഖം ഇന്ന് തെളിഞ്ഞു കണ്ടു. ആ തെളിച്ചം ഇരയുടെ വേദനയ്ക്ക് നേരിയ ശമനം എന്ന് തോന്നിക്കുന്നു. ആ തെളിച്ചമാകണം പോലീസിന് വെളിച്ചമാകേണ്ടത്. എല്ലാ സത്യവും പുറത്തുവരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മഞ്ജുവിന്റെ ശബ്ദം, ഇരയുടെ തന്നെ ശബ്ദമാണതെന്ന് പോലീസ് കേൾക്കണം. ആ ശബ്ദമാകണം പോലീസിന്റെ പ്രജ്ഞയിൽ മുഴങ്ങേണ്ടതും. പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പറയാനുണ്ട്. പ്രതിയുടെ പക്ഷത്ത് നിൽക്കലല്ല പ്രതിപക്ഷത്ത് നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം. പി.ടി. തോമസിനോടും ഒരു കാര്യം പറയാനുണ്ട്. പോലീസിനെയല്ല ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് പി.ടി. ഇനിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കാട്ടേണ്ടത്. നിങ്ങളുടെ